പോലീസിൽ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം. സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഇനി മുതൽ സന്ദർശകരെ സ്വീകരിക്കുന്നത് യന്ത്രൻ പോലീസാണ്. വെറും യന്ത്രമാണെന്ന് കരുതി നിസ്സാരമായി കാണേണ്ട. സന്ദർശകരെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓഫീസിന്റെ വിവിധ ഇടങ്ങളിലേക്ക് നയിക്കാനും ലഭ്യമായ സേവനങ്ങളുടെ കൃത്യവും വിശദവുമായ വിവരങ്ങൾ നൽകാനും റോബോട്ട് പോലീസ് റെഡിയാണ്. നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും കഴിയും. കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് സംരംഭമായ അസിമോ റോബോട്ടിക്സ് എന്ന സ്ഥാപനവുമായി ചേർന്നാണ് കേരള പോലീസ് സൈബർ ഡോം ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. KP ബോട്ട് എന്നാണ് റോബോട്ടിന്റെ പേര്. പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത്. മുഖ്യമന്ത്രി പോലീസ് ആസ്ഥാനത്ത് എത്തിയതോടെ അതിഥിയെ സ്വീകരിക്കാനായി പുതിയ ചുമതലക്കാരൻ വാതിൽ തുറന്നെത്തി. എത്തിയത് സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്ന് കണ്ടതോടെ റോബോട്ട് സല്യൂട്ട് ചെയ്താണ് സ്വീകരിച്ചത്. ഇനി മുതൽ സന്ദർശകർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും ഓഫീസിലെ നടപടിക്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതും ഉദ്യോഗസ്ഥരെ സന്ദർശിക്കാനുള്ള സമയം അനുവദിച്ചു നൽകുന്നതും റോബോട്ട് പോലീസ് ആയിരിക്കും. സന്ദർശകർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഫയൽ ആരംഭിക്കാനാകും. ഉന്നത ഉദ്യോഗസ്ഥരെ തിരിച്ചറിഞ്ഞ് അഭിവാദ്യം ചെയ്യാനും വനിതാ SIയുടെ മാതൃകയിലുള്ള ഈ യന്ത്ര മനുഷ്യനാകും. സന്ദർശകരുടെ വിവരങ്ങൾ സ്വീകരിക്കാനും അവരുടെ പരാതികൾ സംബന്ധിച്ച വിവരങ്ങൾ സൂക്ഷിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും മാത്രമല്ല, ഒരു തവണ എത്തിയവരെ ഓർത്തുവെക്കാനും ഈ റോബോട്ടിന് ശേഷിയുണ്ട്. സ്ഫോടക വസ്തുക്കൾ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനം ഭാവിയിൽ ഉണ്ടാകും. ഭാവിയിൽ മെറ്റൽ ഡിറ്റക്ടർ, തെർമൽ ഇമേജിംഗ്, ഗ്യാസ് സെൻസറിംഗ് തുടങ്ങിയവ ഘടിപ്പിച്ച് റോബോട്ടിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഇതോടെ റോബോട്ടുകളെ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. പോലീസ് നവീകരണത്തിന് 1000 ദിനങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കുന്ന ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് KP ബോട്ട് എന്ന റോബോട്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. റോബോട്ടിനെ കുറിച്ച് കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് കുറിപ്പുമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് റോബോട്ട് കേരള പോലീസിൽ. പോലീസ് സേവനങ്ങൾക്ക് ഇന്ത്യയിൽ ആദ്യമായി റോബോട്ട് സംവിധാനത്തെ ഉപയോഗിക്കുന്ന സേനയാവുകയാണ് കേരള പോലീസ്. കേരള പോലീസ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇന്ത്യ ഇക്കാര്യത്തിൽ ലോകത്ത് തന്നെ 4ാമത്തെ രാജ്യമാകുന്നു. പോലീസ് ആസ്ഥാനത്ത് ഇനി മുതൽ സന്ദർശകരെ റോബോട്ട് സ്വീകരിക്കും. സംസ്ഥാന പോലീസ് മേധാവിയെ കാണാനെത്തുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അവരുടെ വിവരങ്ങൾ ചോദിച്ചറിയാനും കഴിവുള്ള റോബോട്ടാകും ഇത്. സന്ദർശകരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവരുടെ പരാതികൾ സംബന്ധിച്ച വിവരങ്ങൾ സൂക്ഷിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും റോബോട്ടിലൂടെ സാധിക്കും. ഒരു തവണ എത്തിയവരെ ഓർത്തുവെക്കാനും ഈ റോബോട്ടിന് കഴിവുണ്ട്. കേരള പോലീസ് സൈബർ ഡോമും അസിമോ റോബോട്ടിക്കും സംയുക്തമായാണ് KP ബോട്ട് എന്ന റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തതെന്ന് കേരള പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.